ഹായ് എവരിബഡി. ഹൗ ടു സ്റ്റഡി എന്നുള്ളതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൗ ടു റൈറ്റ് എക്സാം എന്നുള്ളത്. എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതുപോലെ തന്നെ പ്രധാനമാണ് എങ്ങനെ എക്സാം എഴുതുന്നു എന്നുള്ളത്. പല കുട്ടികളും പറയാറുള്ള കാര്യങ്ങളിൽ ഒന്നാണ്, നന്നായി പഠിച്ചിരുന്നു, നന്നായി എഴുതിയിരുന്നു, പക്ഷേ മാർക്ക് കുറവാണ്, അതല്ലെങ്കിൽ എഴുതാൻ സമയം കുറവായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരാൻ ചില കാരണങ്ങളുണ്ട്. അത് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടില്ല അതിന് കൃത്യമായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും ചെയ്യേണ്ട ചില കാര്യങ്ങൾ. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SAC കണ്ടംപററി ലാംഗ്വേജ് സ്കിൽസ് ഫോർ സയൻസ് സെമസ്റ്റർ 4 യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. ഈ ഒരു സെഷൻസ് നോക്കുകയാണെങ്കിൽ സെഷൻ A, സെഷൻ B, സെഷൻ C എന്നിങ്ങനെ 3 സെഷൻസ് ആയിട്ടാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ സെഷൻ A എന്ന് പറയുന്നത് 2 or more സെൻറ്റൻസിൽ ഉത്തരം എഴുതാനാണ്. സെഷൻ B എന്ന് പറയുന്നത് ഒരു പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. സെഷൻ C എന്ന് പറയുന്നത് essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് എത്ര എഴുതേണ്ടി വരും സാർ, അല്ലെങ്കിൽ ഒരു essay ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് എത്ര പേജ് എഴുതിയാലാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത്, എത്ര പേജ് എഴുതുന്നു അല്ലെങ്കിൽ എത്ര വലിച്ചു നീട്ടി എഴുതുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് നമ്മൾ എന്ത് എഴുതുന്നു എന്നുള്ളത്. അതായത് പൊട്ട തെറ്റ് കുറേ 3-4 പേജ് വലിച്ചു നീട്ടി എഴുതിയാൽ മാർക്ക് കിട്ടാൻ പോണില്ല. അപ്പോൾ നമ്മൾ എഴുതുന്ന ഉത്തരം അത് ആപ്റ്റായിരിക്കണം, ചോദ്യവുമായിട്ടൊരു ബന്ധം വേണം, ആപ്റ്റ്നെസ് വേണം. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റും. ഈ ടൈം മാനേജ്മെൻറ്റ് എവിടെ പ്രശ്നം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ 2 or more സെൻറ്റൻസിൽ എഴുതാനൊരു ചോദ്യം 2 മാർക്കേ ഉണ്ടാവുകയുള്ളൂ. അതിന് ചിലപ്പോൾ ഈ കുട്ടി ഒരു പാരാഗ്രാഫൊക്കെ എഴുതി വെച്ചത് കാണാം. അപ്പോൾ അത്രയും സമയം അവിടെ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുമ്പിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മൾ എങ്ങനെ അത് ആൻസർ ചെയ്യാം. ഫുൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിവേ കാണാം.